ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ ഇനി വരാൻ പോകുന്ന ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന അത്യാവശ്യം നല്ല വേക്കൻസിയുള്ള ഒരു 10ാം തരം അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന ഒരു മെയിൻസ് പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. ഇപ്പോൾ കുറേയേറെ ഉദ്യോഗാർത്ഥികൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും അതിനും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ 1000 ദിവസത്തെ LDC സ്റ്റഡി പ്ലാൻ ഉറപ്പായിട്ടും കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും. നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ പൊതുജനാരോഗ്യം, ഇന്ത്യയുടെ ഭരണഘടനാപരമായ കാര്യങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, അതുപോലെ തന്നെ ദുരന്ത നിവാരണം, പിന്നെ നമ്മൾ കലാ, കായികം, സാഹിത്യം, ഇങ്ങനെ ഏകദേശം 10-27 ദിവസത്തെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന, ജനാധിപത്യം, നീതിന്യായ വ്യവസ്ഥ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി പുസ്തകങ്ങളിൽ ഭരണം, ഭരണഘടന, ജനാധിപത്യം മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങൾ സുജേഷ് പുറക്കാട് സാറ് തയ്യാറാക്കി നമ്മുടെ തൊഴിൽ വീതിയിൽ പ്രസിദ്ധീകരിക്കുന്ന പങ്ക്തിയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? നമുക്കറിയാം, സ്വത്തവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. 1978 സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലിക അവകാശമല്ലാതെ ആയത്. അതിനു മുൻപ് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ, അതുപോലെ തന്നെ ഭരണഘടനാ പരിഹാരങ്ങൾക്കായുള്ള അവകാശം. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഇപ്പോൾ ഭരണഘടന നൽകുന്നത്. അടുത്ത ചോദ്യം, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി? മജിസ്ട്രേറ്റ് കോടതി. ഇന്ത്യൻ സിവിൽ നീതിന്യായ സംവിധാനത്തിലെ പ്രാഥമിക തലത്തിലുള്ള കോടതിയാണ് മുൻസിഫ് കോടതി. പരമോന്നത നീതിന്യായ കോടതിയാണ് സുപ്രീം കോടതി. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ നീതിന്യായ സംവിധാനത്തിലെ പ്രാഥമിക തലം, ഏറ്റവും പ്രൈമറി തലമാണ് മുൻസിഫ് കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 5 ചാപ്റ്റർ 4 ഇവയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിട്ടുള്ളതാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്ക. ഇത് സ്ഥിര ചോദ്യമാണ്, ഈ കടം കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെ അനുച്ഛേദങ്ങളിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പം മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 3 അനുച്ഛേദം 12 മുതൽ 35 വരെ. വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ അപഹരിക്കാൻ പാടില്ലെന്ന് ഭരണഘടനയിലെ 21-ാം വകുപ്പ് ജീവസ്വാതന്ത്ര്യ സംരക്ഷണം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന് അല്ലെങ്കിൽ അംഗങ്ങളെ നിയമിക്കുന്നതാര്? ദേശീയമാകുമ്പോൾ രാഷ്ട്രപതി, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാകുമ്പോൾ ഗവർണർ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993-ന്റെ 3-ാം വകുപ്പ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് രൂപം കൊടുത്തത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി,
അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? 42-ാം ഭേദഗതി. ഒരുപാട് പരീക്ഷയിലെ ചോദ്യങ്ങളിൽ വരുന്നതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതുമായ ഒരു ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഈ ഭേദഗതി അനുസരിച്ച് സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെക്കുറിച്ച് വിധിക്കാനുള്ള അധികാരം പരിമിതപ്പെടുത്തി. ഇന്ത്യ ഒരു സെക്യുലർ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണെന്ന് പ്രഖ്യാപിച്ചത് 42-ാം ഭേദഗതിയിലാണ്. പൗരന്മാരുടെ അടിസ്ഥാന ചുമതലകൾ ഈ ഭേദഗതി വ്യവസ്ഥ ചെയ്തു. സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിനുള്ള അധികാരത്തെ വിപുലപ്പെടുത്തി. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താവുന്ന കാലാവധി 6 മാസത്തിൽ നിന്ന് 1 വർഷമാക്കി. സംസ്ഥാനങ്ങളിലെ നീതിന്യായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കേന്ദ്ര സേനയെ ഉപയോഗിക്കാം എന്ന് വ്യവസ്ഥ ചെയ്തു. രാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്നും വ്യവസ്ഥ ചെയ്തു. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ 42-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഈ പോയിന്റുകളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത്, മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഭരണഘടന, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയോടുള്ള ബഹുമാനം. ദേശസ്നേഹം പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയുടെ ഐക്യം ഉയർത്തിപ്പിടിക്കാനും സഹായിക്കാനുള്ള എല്ലാ പൗരന്മാരുടെയും ധാർമ്മിക ബാധ്യത, അതാണ് മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976-ൽ. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4A-യിൽ. അപ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 4A. സ്വത്തവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 300A. നിലവിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം മൗലികാവകാശമല്ല, നിയമപരമായുള്ള ഒരവകാശം മാത്രമാണ്. മൊറാർജി ദേശായി സർക്കാരിൻ്റെ കാലത്താണ് ഈ നിയമം ഭേദഗതി ചെയ്തത്. നമ്മൾ മുമ്പേ പറഞ്ഞു 1978. ഭരണഘടനയുടെ ഭാഗം 12-ലാണ് സ്വത്തവകാശം ചേർക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 137 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? 137 സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ ഉത്തരവുകളുടെ അവലോകനം. ഓരോ ആർട്ടിക്കിൾ പ്രധാനപ്പെട്ട ചിലത് പഠിച്ചിരിക്കുക. ആർട്ടിക്കിൾ 109 മണി ബില്ലുകളെ സംബന്ധിച്ചുള്ള നടപടിക്രമം. ആർട്ടിക്കിൾ 110 മണി ബില്ലുകളുടെ നിർവചനം. 112 വാർഷിക സാമ്പത്തിക ബജറ്റ്. 123 പാർലമെൻറ്റിൻ്റെ അവധിക്കാലത്ത് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. 124 സുപ്രീം കോടതിയുടെ സ്ഥാപനം. 126 ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനം. 127 അഡ്ഹോക് ജഡ്ജിമാരുടെ നിയമനം. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മൗലിക അവകാശ സംരക്ഷണത്തിനായിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? 5. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കൊവാറണ്ടോ, സെർഷ്യോറി പ്രൊഹിബിഷൻ. അങ്ങനെ 5 റിട്ടുകൾ. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കറാണ്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ പ്രതിവിധികളെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നും അറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്.
നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. കാരണം ഒരുപാട് അറ്റൻഷൻ സ്പാൻ മിക്കവാറും കുട്ടികൾക്ക് ലഭിക്കാറില്ല. 40 മിനിറ്റാണ് സാധാരണ അറ്റൻഷൻ സ്പാൻ. നമ്മുടെ 10 മിനിറ്റിൻ്റെ ക്ലാസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി വരാൻ ഏകദേശം അരമണിക്കൂർ 40 മിനിറ്റ് എടുക്കും. ആവശ്യമുള്ള പോയിന്റുകൾ കുറിച്ച് വയ്ക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ഉടൻ തന്നെ കമ്പനി ബോർഡ് LGSൻ്റെ മോഡൽ എക്സാമുകൾ പ്രീവിയസ് എക്സാമുകളുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.